കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രീപോൾ സർവേകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. കാരണം കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ ആധിപത്യം നേടുന്ന മുന്നണിയാണ് കേരളം ഭരിച്ചിട്ടുള്ളത് എന്നത് വ്യക്തമാകും. പക്ഷേ ഇക്കുറി അതിന് മാറ്റമുണ്ടാകുമോ? ഈ പ്രീപോൾ സർവേകളൊക്കെ പരിശോധിച്ചാൽ അതങ്ങനെയാണ് എന്നാണ് തോന്നുന്നത്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ UDF എന്തായാലും LDF മേൽ സീറ്റുകൾ നേടാനുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ള സാഹചര്യം ഈ പ്രീപോൾ സർവേകളെല്ലാം വരച്ചിടുകയാണ്. അങ്ങനെയാണെങ്കിൽ ചരിത്രം തിരുത്തപ്പെടും. അങ്ങനെ ചരിത്രം തിരുത്തപ്പെടാവുന്ന ഒരു സാഹചര്യമാണോ അതോ ചരിത്രത്തിനൊപ്പം UDF നടക്കുമോ? അതാണ് ദ ജേണോ പരിശോധിക്കുന്നത്. നമ്മുടെ തലസ്ഥാന ജില്ലയിൽ എന്തു സംഭവിക്കും എന്നുള്ളത്. UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ സുരക്ഷിത സീറ്റ് എന്ന് പറയാനാകുന്നത് ഒരെണ്ണം മാത്രമാണ്. അത് തിരുവനന്തപുരം സെൻട്രലാണ്. CP ജോണിന് അനുകൂലമായൊരു വികാരം തിരുവനന്തപുരം സെൻട്രലിൽ ഉണ്ടായിരിക്കുന്നു. അവരുടെ സിറ്റിംഗ് സീറ്റായ, അതായത് ഇടതുപക്ഷം 13 സീറ്റുകൾ നേടിയപ്പോഴും നിലനിർത്തിയ കോവളത്ത് പോലും M. വിൻസെൻറ്റിന് അതിശക്തമായ മത്സരം നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു എഡ്ജ് വിൻസെൻറ്റിന് തന്നെയാണുള്ളത്. സാഹചര്യങ്ങൾ വിൻസെൻറ്റിന് അനുകൂലമാണ്. അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കടുത്ത ഫൈറ്റ് അവിടെ നൽകാൻ സാധിക്കുന്നുണ്ട് അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ഭഗത് റൂഫസിന്. അപ്പോൾ തിരുവനന്തപുരം, കോവളം, അത് കഴിഞ്ഞാൽ UDFന് അനുകൂലമായി വന്നേക്കാവുന്ന ഒരു മണ്ഡലം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന, കേരളമാകെ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലമാണ് എന്ന് പൊതുപ്രതീതി ഉണ്ട്. എങ്കിലും ഗ്രൗണ്ടിൽ K. മുരളീധരന് വേണ്ടി കോൺഗ്രസ്സുകാർ നല്ലവണ്ണം പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചുവരവിന് കാരണമായ രീതിയിൽ കൗൺസിലർമാരുടെ എണ്ണത്തിൽ BJPക്ക് തൊട്ടു പിന്നിൽ വന്നെത്തി നിൽക്കുന്നു. ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നേരിട്ട ഒരിടമാണ്. അപ്പോൾ അവിടെ ആ ടെമ്പോ അതുപോലെ നിലനിർത്താൻ UDFന് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണ് ഞാനും. അപ്പോൾ വട്ടിയൂർക്കാവിൽ സാധാരണഗതിയിൽ കോൺഗ്രസ്സുകാർ ഉഴപ്പി നടക്കാറുണ്ട്. പക്ഷേ K. മുരളീധരൻ്റെ കാര്യത്തിൽ ആ ഉഴപ്പ് സംഭവിക്കുന്നില്ല. വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള പ്രചരണത്തിൻ്റെ കാര്യത്തിൽ UDFുകാർ കയ്യും മെയ്യും മറന്ന് പോരാടുന്നുണ്ട് വട്ടിയൂർക്കാവിൽ എന്നുള്ളത് മുരളീധരന് അനുകൂലമായേക്കാവുന്ന ഒരു ഘടകമാണ്. മുരളീധരന് ഒരു ചെറിയ എഡ്ജ് വട്ടിയൂർക്കാവിൽ ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അത് ഡീൽ അല്ലെങ്കിൽ നോ ഡീൽ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നു. BJP കൗൺസിലർമാർ CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കുന്നു, അല്ലെങ്കിൽ മുരളീധരൻ വോട്ട് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും എന്തായാലും CPM കൗൺസിലർമാർ, ഈ BJP കൗൺസിലർമാർ CPMൻ്റെ സിറ്റിംഗ് MLA ആയ VK പ്രശാന്തിന് വോട്ട് പിടിക്കാനുള്ള സാധ്യതയില്ല. കാരണം അവരും അദ്ദേഹവുമായി തുറന്ന യുദ്ധം പലയിടങ്ങളിലും നടക്കുന്നതാണ്. പിന്നെ മുരളീധരനോട് BJPക്ക് പണ്ടേ ഉള്ള ഒരു വിരോധമുണ്ടല്ലോ. അപ്പോൾ പൊളിറ്റിക്കൽ വോട്ടുകളെയാണ് അവിടെ കേന്ദ്രീകരിക്കുന്നത്. അതോടൊപ്പം ഈ സർക്കാരിനെതിരായിട്ടുള്ള വോട്ടുകൾ കൂടി തങ്ങളിലേക്ക് വരുമെന്ന് UDF കണക്ക് കൂട്ടുന്നത് UDFൻ്റെ പ്രതീക്ഷകൾക്ക് ഗുണം നൽകുന്ന ഒന്നാണ്. ഇനി തിരുവനന്തപുരം ജില്ലയിൽ UDFന് അനുകൂലമായി മാറിയേക്കാവുന്ന ഒരു മണ്ഡലം അരുവിക്കരയാണ്. അരുവിക്കര ഒരു UDF അനുകൂല മണ്ഡലമായിരുന്നു. കഴിഞ്ഞ തവണ സ്റ്റീഫനിലൂടെ ഇടതുപക്ഷം അത് പിടിച്ചെടുത്തതാണ്. അവിടെ ശിവകുമാറിന് ഈ പൊളിറ്റിക്കൽ ഗെയിം നന്നായി അറിയാം, ഇലക്ഷൻ മാനേജ്മെൻറ്റ് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ശിവകുമാറിന് അനുകൂലമായ ഒരു വികാരം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു നേരിയ ഭൂരിപക്ഷത്തിന് ഒരുപക്ഷെ ശിവകുമാർ അവിടെ നിന്ന് ജയിച്ചു കയറാനുള്ള സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം UDFന് അനുകൂലമായേക്കാം എന്ന് കരുതാവുന്നത് വാമനപുരമാണ്. അധികമാരും വാമനപുരത്ത് UDF സ്ഥാനാർത്ഥി ജയിക്കാനുള്ള വിദൂര സാധ്യത പോലും കൽപ്പിക്കുന്നില്ല. എങ്കിലും വാമനപുരത്ത് പ്രവചനാതീതമായ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. സുധീർ ഷാ പാലോട് എന്ന ചെറുപ്പക്കാരനിലൂടെ DK മുരളി എന്ന അവിടുത്തെ ജനകീയനായ MLAക്കെതിരെ വലിയ ഫൈറ്റ് നൽകാൻ UDFന് സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അവിടുത്തെ പഞ്ചായത്തുകളുടെയൊക്കെ ഒരു ഘടന എടുത്ത് പരിശോധിക്കുമ്പോൾ അതെല്ലാം സിംഗ് പഞ്ചായത്തുകളാണ്. എപ്പോഴും മാറിയും തിരിഞ്ഞുമൊക്കെ വരാവുന്ന സാഹചര്യമുള്ള ഇടങ്ങളാണ്. ഇപ്പോൾ ദീർഘകാലമായി UDF ഭരിച്ചിരുന്ന അവിടുത്തെ നെല്ലനാട് പഞ്ചായത്ത് ഇത്തവണ UDFന് അനുകൂലമായ വികാരം നിന്നപ്പോഴും LDFിലേക്ക് പോയി. അതേസമയം LDF ഭരിച്ച് രാജ്യത്താകെ ശ്രദ്ധേയമായ പുല്ലമ്പാറ എന്ന് പറയുന്ന പഞ്ചായത്ത്, ആ പഞ്ചായത്ത് ഇത്തവണ UDFനോടൊപ്പം നിന്നു. അപ്പോൾ സ്വാഭാവികമായി ആളുകളുടെ വികാരം പല തരത്തിൽ പ്രതിഫലിക്കപ്പെടുന്ന ഒരിടം, സ്വിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകൾ, ഭരണം മാറിയും തിരിഞ്ഞും വരുന്ന ഇടങ്ങൾ, അവിടെ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിനൊന്നും അല്ല കഴിഞ്ഞ 50 വർഷത്തിലധികമായി LDF MLAമാരെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിന് 2 തവണയും ലീഡ് നൽകിയ സ്ഥലമാണ്. അപ്പോൾ അത്തരമൊരു സ്ഥലത്ത് കോൺഗ്രസ്സിനകത്തെ ഇൻറ്റേർണൽ ഫൈറ്റുകളൊന്നുമില്ലാതെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. പാർട്ടി ഒന്നടങ്കം അവിടെ പണിയെടുക്കുന്നുണ്ട്. നമ്മൾ വട്ടിയൂർക്കാവിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. അവിടെ ഏകീകൃത സ്വഭാവമുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഗുണം
സുധീർ ഷാ പാലോടിന് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമെങ്കിലും ഞങ്ങളുടെ നിഗമനത്തിൽ വാമനപുരം UDF അനുകൂലമായി ഒരു ഫൈറ്റിംഗ് സീറ്റ് എന്നുള്ള നിലയിൽ മാറിയിരിക്കുന്നു. മറ്റുള്ള ഏത് മണ്ഡലത്തെക്കാളും ഒരു ഫൈറ്റിംഗ് സീറ്റ് എന്നുള്ള നിലയിലേക്ക് വാമനപുരം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വർക്കലയിലും ചിറയൻകീഴിലുമൊന്നും അങ്ങനെ ഒരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ UDF അനുകൂലമായ ഒരു തരംഗം വീശുന്ന സാഹചര്യമുണ്ടായാൽ വേണമെങ്കിൽ മാറി മറിഞ്ഞേക്കാവുന്ന ഇടങ്ങളാണത്. നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും ഈ CSI സഭയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് തമിഴ്നാട്ടിൽ സീറ്റ് നൽകിയതിലൂടെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന ചില സാമുദായിക ഏകീകരണം അത് കാട്ടാക്കടയിൽ, നെയ്യാറ്റിൻകരയിൽ, പാറശാലയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത്ര എളുപ്പത്തിൽ ജയിച്ചു കയറാവുന്ന മണ്ഡലങ്ങളല്ല ഈ മൂന്നെണ്ണവും എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യം. പിന്നീടുള്ളത് ത്രികോണ മത്സരം നടക്കുന്ന കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് വി മുരളീധരന് ഒരു ചലനമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വി മുരളീധരൻ അവിടുത്തെ പൊളിറ്റിക്കൽ വോട്ടുകൾ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതുപോലെയുള്ള അവിടുത്തെ പൊളിറ്റിക്കൽ വോട്ടുകൾ അതുപോലെ വീണാൽ അത് മുരളീധരൻ അനുകൂലമാകും. പക്ഷേ പലപ്പോഴും വ്യക്തിപരമായ ബന്ധങ്ങളുടെ പിൻബലത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ വിജയിച്ചു കയറുന്നത്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അനുകൂലമായ ആ വ്യക്തിബന്ധങ്ങൾ, അതായത് നമുക്ക് ഈ പ്രചാരണത്തിലൊക്കെ പറയുന്നത് പോലെ ഹൃദയബന്ധമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ തന്നെയാണ് കടകംപള്ളി ആ കഴക്കൂട്ടത്തെ വോട്ടർമാർക്കിടയിൽ ഉള്ളത്. അത് ഒരു പൊളിറ്റിക്കൽ ചിന്താഗതിക്കപ്പുറം ആ വ്യക്തിപരമായ വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞാൽ വലിയ ഭീഷണിയില്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ വി മുരളീധരൻ്റെ എതിർപ്പിനെ നിസ്സാരമായി തള്ളിക്കളയേണ്ട. ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസിൻ്റെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ അത് ആരെയാകും ബാധിക്കുക എന്നുള്ളത് പോലും പ്രവചനാതീതമാകുന്ന സംഗതിയാണ്. കഴക്കൂട്ടത്ത് കോൺഗ്രസിൻ്റെ ബേസിൽ ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു തിരിച്ചുവരവിൻ്റെ സൂചന ശരത്ചന്ദ്ര പ്രസാദിലൂടെ നൽകുന്നുണ്ട്. സാമുദായിക സമവാക്യങ്ങളൊക്കെ മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ അനുകൂലമായി നിൽക്കുന്ന സ്ഥലം കൂടിയാണ് അത് എന്നുള്ളത് കൊണ്ടാണ് പ്രവചനം അസാധ്യമാകുന്നത്. മറ്റൊന്ന് നിയമമാണ്. നിയമത്ത് പല വിധത്തിലുള്ള കണക്കുകൂട്ടലുകൾ അല്ലെങ്കിൽ വോട്ട് ഒഴുക്കിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നിയമത്ത് BJPക്ക് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെ ഈ BJP വൽക്കരിക്കപ്പെട്ട വോട്ടർമാർ ധാരാളമുണ്ട്. പൊളിറ്റിക്കലി അങ്ങനെ BJP ആയി മാറിക്കഴിഞ്ഞ വോട്ടർമാർ ധാരാളമുള്ളയിടത്ത് ശബരിനാഥിനി കോൺഗ്രസിൻ്റെ വോട്ടുകൾ മുഴുവൻ പിടിച്ചിട്ടാലും അതും ദോഷകരമായി ശിവൻകുട്ടിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. അതായത് അവിടുത്തെ ന്യൂനപക്ഷ വോട്ടിലുണ്ടാകുന്ന ഒരു ചെറിയ ഷിഫ്റ്റ് പോലും അത്രയും മുഴുവൻ വോട്ടുകളും ശിവൻകുട്ടിക്ക് കിട്ടണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ അവിടെ ശിവൻകുട്ടിക്ക് ജയിച്ചു കയറാനാകൂ. അല്ലാത്ത ഒരവസ്ഥ, അതായത് ആ ന്യൂനപക്ഷ വോട്ടുകളിലെ ഒരു വിഭാഗം ശബരിനാഥിലേക്ക് മാറിയാൽ അത് മറുവശത്ത് BJP വൽക്കരിക്കപ്പെട്ട മനസ്സുള്ള വോട്ടർമാർ ധാരാളമുള്ള നിയമത്ത് അതങ്ങനെ തന്നെയാണ്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്ന അവസ്ഥയേ അല്ല. കോൺഗ്രസിൽ നിന്നാണ് BJPയിലേക്ക് വോട്ട് പോകുന്നത്. അതൊക്കെ മാറി. കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് വന്ന പല വാർഡുകളിലും BJP അവിടെ നിയമത്ത് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. കോൺഗ്രസിൻ്റെ തിരിച്ചുവരവുണ്ടായപ്പോഴും BJP ജയിക്കുന്നു. അപ്പോൾ BJP വൽക്കരണം അവിടെ സാധ്യമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചതും അവർക്ക് ഗുണകരമാകുന്നുണ്ട്. എന്തായാലും ഒരു കടുത്ത ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ ഏകപക്ഷീയമായി ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകാതെ ശിവൻകുട്ടിക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല എന്നതാണ് തിരുവനന്തപുരത്തിൻ്റെ ചിത്രം നൽകുന്ന സൂചന. അപ്പോൾ എന്തായാലും നമ്മുടെ കണക്കുകൂട്ടലിൽ നെടുമങ്ങാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ GR അനിൽ വലിയ എതിർപ്പുകളില്ലാതെ തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ 14 സീറ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ UDFന് ഒരു പരമാവധി ഫൈറ്റിംഗ് നടക്കുന്ന സീറ്റുകൾ കൂടി ചേർത്താലും 4-5 സീറ്റുകൾ വരെ മാത്രമേ നേടാനാകൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ആ അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളമാകെ ഒരു UDF അനുകൂലമായ തരംഗം ഉണ്ടാകണമെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അങ്ങനെ ഒരു തരംഗം ദൃശ്യമല്ല. പക്ഷേ അതൊരു അടിയൊഴുക്കായി ഉണ്ടാവുകയാണെങ്കിൽ UDFന് അനുകൂലമായ ഒരു വികാരം തിരുവനന്തപുരത്തും പ്രതിഫലിക്കപ്പെട്ടേക്കാം. ചില സ്വിംഗ് മണ്ഡലങ്ങളെങ്കിലും ഇപ്പോൾ LDFന് അനുകൂലമായി നിൽക്കുന്നു എന്ന് പറയുന്ന ചില മണ്ഡലങ്ങളെങ്കിലും തിരികെ പിടിക്കാൻ UDFന് സാധിക്കുകയും ചെയ്യാം.